നമസ്കാരം, ഞാൻ മൃണാൾ. കൊച്ചിയിലെ ഏറ്റവും പേര് കേട്ട റെസ്റ്റോ ബാർ ഉണ്ടാക്കിയ കാലത്ത് അതിന് ആ പേരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണത്. അവിടെയല്ല, എൻ്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ പബ്ലിഷ് ചെയ്യാൻ മറന്നുപോയി. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ മുരുമുരാന്നിരുന്നിട്ട് അത്യാവശ്യം സ്പൈസി ആയിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. ഓ, ദിസ് ഇസ് നൈസ്, ഇറ്റ്സ് റിയലി ഗുഡ്. വീഡിയോ ഒക്കെ നിസ്സാരമായിട്ട് 1-2 വർഷത്തെ പഴക്കം ചിലപ്പോൾ കണ്ടുവന്ന് വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്നാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. അവിടെ ഗംഭീര പരിപാടിയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഫ്രൈയിലെ ഗോൾഡൻ സാധനം ഇതാണ്, ഈ മുരുമുര. കൊല്ലി ഞാൻ വെളുത്തുള്ളിയില്ലേ, പക്ഷെ ഈ അപ്പം എന്തിട്ടുണ്ട്? മാത്രമേ ഒരു ജ്യൂസ് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ 5 സ്ട്രോ വേണം. പേപ്പർ സ്ട്രോ എന്തൊരു നഷ്ടം. ജ്യൂസ് പെട്ടെന്ന് കുടിച്ചാൽ പോരെ? അങ്ങനെയല്ല കേട്ടോ, ജ്യൂസ് 2 സ്ട്രോ ഇവിടെ തന്നെ തളരും. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്, മറ്റേ പ്ലാസ്റ്റിക് സ്ട്രോ ആകുമ്പോൾ നമ്മൾ ഒരു സ്ട്രോ ഉണ്ടല്ലോ ജ്യൂസ് കുടിക്കാൻ. 5 സ്ട്രോ വേണം. ഓ, ഇതിനകത്ത് കറക്റ്റ് മധുരം, കറക്റ്റ് പുളി, കറക്റ്റ് എരിവ്, സൂപ്പ് സംഭവം. മീൻ അത്ര ഫ്രഷ് അല്ല, പക്ഷെ നല്ല. ഏത് കുട്ടികളൊക്കെ എന്താ ചെയ്യാറ്? ഏത് കുട്ടികൾ? ഒരു കടയിൽ പോയിരുന്നിട്ടേ ഞാൻ ജ്യൂസ് കുടിക്കുമ്പോൾ സ്പീഡിൽ കുടിക്കുക. നമ്മുടെ മെന്റലി സ്ട്രോ തളരുന്നതിന് ജ്യൂസ് കുടിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ. സാധാരണക്കാരന് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. അല്ല, ഈ മറ്റേ നമ്മളിവിടെയൊക്കെ പോയില്ലേ എയർപോർട്ടിലൊക്കെ, അപ്പോൾ പേപ്പറിൻ്റെ എഗൻസ്റ്റ് ആണല്ലോ, മറ്റേ മരം വെട്ടാതിരിക്കാനൊക്കെ ആണല്ലോ മറ്റേ പേപ്പർ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പേപ്പർ സ്ട്രോ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു ജ്യൂസിന് 5 സ്ട്രോ എന്ന് ആലോചിച്ചു. പ്ലാസ്റ്റിക് ഭയങ്കര ഹാംഫുൾ അല്ലേ. ഇപ്പോഴാണെങ്കിലും മരങ്ങളില്ലാതായ ഓക്സിജൻ കിട്ടാതാവും. ഓക്സിജൻ കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയുടെ പ്രശ്നം വരും. അങ്ങനെയൊക്കെ 100 പ്രശ്നങ്ങളില്ലേ മരങ്ങളില്ലാതായ. ഇപ്പം നിനക്കെന്താ വേണ്ടേ? എനിക്ക് സ്റ്റീൽ സ്ട്രോ എനിക്ക് വയ്യ, എൻ്റെ ചുണ്ടും നാക്കൊക്കെ പൊട്ടും. ലിപ്സ്റ്റിക്ക് പോവാതിരിക്കാൻ കൊക്കക്കോളയുടെ ക്യാനിൽ സ്ട്രോ ഇട്ട് കുടിക്കുന്ന ടീമിനോടാണ് വർത്താനം പറയുന്നത്. അല്ലല്ല, ഇത് ലിപ്സ്റ്റിക് ഇഷ്യൂ അല്ല. ദിസ് ഈസ് നോട്ട് ലിപ്സ്റ്റിക് ഇഷ്യൂ. ഇതിൽ ഐസിൽ ഞാൻ ഇങ്ങനെ കുടുകുടുന്ന് ഒഴിച്ചു കുടിക്കാം. ഈ വിഷമം തീർക്കാൻ ഞാൻ ചിക്കൻ നോക്കട്ടെ. എന്തെങ്കിലും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. ഞാൻ എൻ്റെ ചിക്കൻ വയ്ക്കാം, കുട്ടിയുടെ തീർക്കും. സൂപ്പർ. നല്ല പൊറോട്ട. അപ്പോൾ മീൻകറിക്ക് നല്ലത്. പൊറോട്ടയുടെ കോംബോ വേറെ ഉണ്ട്. ഇത്രയും ബുദ്ധിയിൽ എന്നെ പറ്റിക്കാൻ നോക്കിയേ. ആണോ കറിവേപ്പില? നിങ്ങളെല്ലാവരും പോരി, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്. ഈ ഹോട്ടൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാം. MG റോഡിൽ നിന്ന് നമ്മളിങ്ങനെ നേരെ വന്ന് ഹൈക്കോർട്ടിൻ്റെ അവിടെ വന്നു. ഞാൻ ഇപ്പോൾ രാത്രിയൊക്കെ ലേറ്റായിട്ട് രാത്രിയൊക്കെ വരുമ്പോൾ ആലോചിക്കാറുണ്ട്, ഇതിനകത്ത് ഇത്രയും വലിയ തിരക്ക്. ഇത് കാരണമല്ലേ, നല്ല ഭക്ഷണമാണ്.
അവിടെ മോനെ ഇവനെ കുതിരാനിട്ടതായിരുന്നു. മാങ്ങ, നമുക്ക് ഈ മാങ്ങയും ഈ കറിയും പോ. ഈ കഷ്ണം വേണ്ട, മീൻ അത്ര ഫ്രഷ് അല്ല. ഇതിനൊക്കെ ഒന്ന് കൂട്ടിക്കുഴച്ച് കഴിച്ചാലോ. അവിടെ മോനെ മാങ്ങ. പുളി മാങ്ങയല്ല, ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉള്ള മാങ്ങയാണ്.